മോളെ വേഗം പോയിട്ട് കുളിച്ചോ, നമുക്ക് പോകണ്ടേ? മോള് കാണാത്തൊരു മാമനുണ്ട് മോക്ക്. മാമൻ ഗൾഫിൽ നിന്ന് വന്നിക്ക് മോക്ക് ഒരുപാട് സമ്മാനം തരുമല്ലോ. ആണുമ്മ, എന്നാ ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരേ. ഉമ്മച്ചി മാമന് കൊടുക്കാനാ ചീര എടുത്തത്? ആ മോളെ, മാമന് ഭയങ്കര ഇഷ്ടാ ചീരത്തോരൻ. ഇതാ ചെറിയോ? എന്തേ വായിക്കോക്ക? ഒന്നുമില്ലടോ, നീ ഗൾഫിൽ നിന്ന് വന്നിക്ക് നിന്നെ കാണാൻ വന്നതാ. ഓ, ഞാൻ വിചാരിച്ച എനക്കെന്തെങ്കിലും കിട്ടൂന്ന് വിചാരിച്ച് വന്നാണ്. അതെന്താ ഷാക്കിറങ്ങി അങ്ങനെ പറഞ്ഞത്? എന്തെങ്കിലും ആവശ്യത്തിന് ഇന്നെ ഞാൻ ബുദ്ധിമുട്ടിച്ചിക്കോ? ഷെറീന, പറയുന്നതിനെ കൊണ്ടിങ്ങി ഒന്നും വിചാരിക്കരുത്. നമ്മളെ ദീനിന്റെ ഈ കുടുംബത്തിന്റെ മുഖത്ത് കരിവാരി തേച്ചിട്ടാണ് ഇനി നിന്റെ ഇഷ്ടമുള്ള ഒട്ടൻ്റെ കൂടി ഇറങ്ങിപ്പോയത്. ഷാക്കിറേ, എന്റെ സ്വഭാവം ഒരുപാട് മാറിപ്പോയി കിട്ടോ. ഇനി എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് ദീനനെ കൂട്ടുപിടിക്കേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു. ഷെറിയ, ഞാൻ പറഞ്ഞതിൽ എന്താടി തെറ്റ്? ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം എന്നോട് ചോദിക്കട്ടെ. ഇനി ദീനും തറവാടി മഹിമയൊക്കെ നോക്കിയിട്ട് നമ്മൾ അനിയത്തീന ഇങ്ങനെ വലിയൊരുത്തേൽ കെട്ടിച്ചു വിട്ടിക്കില്ലേ? ഓളെ സ്ഥിതി എന്താപ്പോ? ഓന്റെ അടിയും കുത്തും സഹിക്കാനാണ്ട് ഓൾ ഇപ്പോൾ ഈ വീട്ടിൽ തന്നെയല്ലേ ഉള്ളത്. അന്റെ നാവ് അടക്കുന്ന നല്ലേ. ഇനി എന്റെ നാക്കടുപ്പിക്കാൻ നോക്കണ്ടടോ. എന്റെ വാക്ക് കേട്ടിട്ടല്ലേ ഒരുത്തിക്ക് ഈ ഗതി വന്നത്. എന്തായാലും ഓളെ ഗതി എനിക്കില്ല. എന്റെ കെട്ടിയോൻ എന്നെ ഈ കൈവെള്ളയിൽ കൊണ്ടേ നടക്കുന്നത്. അന്നോട് ഞാൻ ഒരു വട്ടം കൂടി പറയുന്നുണ്ട്, നാവടക്കാൻ. അടക്കുമോളെ. അല്ലെങ്കിൽ നേരത്തെ ദീനിന്റെ കാര്യം പറഞ്ഞില്ലേ? ഇനി എത്ര നേരം നിസ്കരിക്കലുണ്ടടോ? ഇനി വെള്ളിയാഴ്ച മാത്രല്ലേ പള്ളി പോക്ക്? അതും നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി. പരിശുദ്ധ ഉംറേന്റെ പേരും പറഞ്ഞ് ഇനിയും ഇന്റെ ഓളും കൂടി ഏടല്ല സ്വർണം ഒളിപ്പിച്ച് കൊണ്ടുവന്നെന്ന് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ഇനി ദീനിനെ കുറിച്ച് അധികം പറയാൻ നിൽക്കണ്ട. പരിശുദ്ധ ദീനിനെ കൂട്ടുപിടിച്ചെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോണ്ടല്ലോ, ഇനി നിന്നിലേക്കൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. കുടുംബ ബന്ധം മുറിക്കുന്നവനെയാണ് അള്ളാഹു താല കൂടുതൽ ശപിക്കുന്നത്. പണവും പ്രതാവും മാത്രം നോക്കിയിട്ട് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഇന്നോടൊന്നും ഒരിക്കലും പഠിച്ചവൻ പുറത്തു തരികയില്ല. വാ മോളെ.